ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൺജങ്ഷൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പരിചയപ്പെട്ടത്. ഇന്ന് കൺജങ്ഷൻസിലെ കോറിലേറ്റീവ് കൺജങ്ഷൻസിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നു. വരും ക്ലാസ്സിലേക്ക്. ഏതൊക്കെയാണ് ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ്? നമുക്ക് നോക്കാം. either or, not only but also, hardly, when or before, scarcely, when or before, neither nor, no sooner than, rather than, both and. ഇങ്ങനെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് പെയറായിട്ടാണ് വരിക. പെയർ എന്ന് പറഞ്ഞാൽ ജോഡിയായിട്ടാണ് വരിക. അപ്പോൾ പെയറായിട്ടാണ്, ജോഡിയായിട്ടാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് വരിക. കണ്ടല്ലോ, either or ജോഡിയാണ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അത് പെയറാണ്, ജോഡിയാണ്. ഹാർഡ്ലി വെൻ, ഞാനിവിടെ വെൻ മാത്രമേ എഴുതുള്ളൂ. വെൻ ഓർ ബിഫോർ കൂടെ അതിനകത്ത് വരും. അതേ രീതിയിൽ തന്നെ സ്കേഴ്സ്ലി വെൻ ഓർ ബിഫോർ, നെയ്തർ നോർ, നോ സൂണർ ദാൻ, റാദർ ദാൻ, ബോത്ത് ആൻഡ് ഇങ്ങനെ പെയർ ആയിട്ട് വരുന്നതാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. എവിടെയാണ് ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഒരേ സ്വഭാവമുള്ള വാക്കുകളെയോ വാക്യങ്ങളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാനായി ഉപയോഗിക്കുന്നവയാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരേ സ്വഭാവമുള്ള വാക്കുകൾ, ഒരേ സ്വഭാവമുള്ള വാക്യങ്ങൾ, ഇവയെ യോജിപ്പിക്കാനായി ഉപയോഗിക്കുന്നവയാണ് കോറിലേറ്റീവ് ആയ കൺജങ്ഷൻസ്. കോറിലേറ്റീവ് ഇത് പെയറായിട്ടാണ് ഉപയോഗിക്കുക, ജോഡിയായിട്ടാണ് ഉപയോഗിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്ന് ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇവ ഉപയോഗിച്ച് സെന്റൻസുകളെ എങ്ങനെ യോജിപ്പിക്കാം എന്ന് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ പഠിതാക്കൾക്കും മത്സര പരീക്ഷകൾ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ക്സ് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി. താങ്ക്സ്.